ഹായ് ഗൈസ്, ഞാൻ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. താള് തോരൻ കർക്കിടക സ്പെഷ്യലായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല താള് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. താള് തോരന് വേണ്ടിയിട്ട് നല്ല താള് വലിയ മൂപ്പില്ലാത്തൊരു 4 താളെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, 8-10 ചെറിയുള്ളി, 2 കറിവേപ്പില, പച്ചമുളക് എരിവിന്, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, തേങ്ങ, വലിയ മൂപ്പില്ലാത്ത 4 താളും എടുത്തിട്ടുണ്ട്. നമുക്കിവനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഞാൻ മുറിച്ചെടുക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ ഒരു ഇതൊക്കെ ഒന്ന് മുറിച്ച് കളയണം. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ. പിന്നെ പറ്റുന്നതരം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുക. ഇത് സോഫ്റ്റാണ്, അതുകൊണ്ട് വലിയ തൊലിയൊന്നും വരില്ല കേട്ടോ. ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കൊരു 1 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഈ മുറിച്ചെടുത്ത പീസിന് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇപ്പം അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഞാനിത് മൊത്തം അരിഞ്ഞെടുത്തിട്ട് വരാവേ. അപ്പം ഇങ്ങനെ മൊത്തം നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ താള് ക്ലീനാക്കാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ ഇതങ്ങ് മുറിച്ച് കളയുക, ഒന്ന് പീസാക്കുക. ഈ പുറത്ത് തൊലി കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കളഞ്ഞാൽ മതി. വളരെ സിമ്പിൾ. ചിലർക്ക് ഇത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ കൈ ചൊറിയാൻ സാധ്യതയുണ്ട്. കൈ ചൊറിയുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ കയ്യിൽ വെച്ചാൽ മതി, ചൊറിച്ചിൽ മാർക്കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്തതിന് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ഉള്ളി, പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കൊല്ലുന്നതിൻ്റെ അരിഞ്ഞെടുത്താൽ മതി, നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാം, അല്ല കീറിയിടാം കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന്, അതായത് എരിവിനാവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടേ പിഴിഞ്ഞെടുക്കാം. വെള്ളമൊന്നുമില്ല. ഇല്ല, കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടേ നമ്മുടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചെറുതായിട്ട്, ഇല്ല കട്ടയില്ലാതെ ചിരകി വെച്ചതാണേ, അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി, പച്ചമുളക്, ഈ 2 കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിനി വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ തോരൻ വെക്കുന്നില്ല തന്നെ, ഈ കാബേജൊക്കെ തോരൻ വെക്കുന്നില്ല, അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തോരൻ്റെ മിക്സ് റെഡിയായി. നമുക്ക് പിന്നെ ഇനി കുക്ക് ചെയ്തെടുക്കാം. ഒരു ചട്ടി വെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കാണ് വെക്കുന്നത്. ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക്, 1 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലിങ്ങനെ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ വേവ് വളരെ കുറവാണ്. നമുക്കിതിനൊന്ന് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഒന്ന് പരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1 പ്രാവശ്യം ഇളക്കി കൊടുത്താൽ കേട്ടോ. നമുക്ക് എത്തിച്ചോണം. നമ്മുടെ തോരൻ ഏകദേശം പരുവായിട്ടുണ്ട്. ഇതിൽ എളുപ്പം വേവും, ഇതിന് സമയമൊന്നും വേണ്ട. നമ്മുടെ തോരനായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കി എടുക്കാം. ട്രൈ ആക്കിയതിന് കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉപ്പം നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പ് കുറവുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡിയാണ്. ആവശ്യമെങ്കിൽ നമുക്ക് ഇച്ചിരിയോടെ പരിചയമെടുക്കാം. ഇത് നല്ല ചോറിൻ്റെ കൂടുതൽ കഴിക്കാൻ അടിപൊളിയാണ്. ചപ്പാത്തിക്ക് നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണിത്. എല്ലാവരും ട്രൈ നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണം. അപ്പം നമ്മുടെ താളുതോരൻ റെഡിയാണ്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണാൻ വരെ ഇറ്റ്സ് മീ പോ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.